ഹലോ ഗൈസ്, തമിഴിൻ കണ്ടപ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ചോ ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു വന്നു എന്നാൽ അങ്ങനെയല്ല കേട്ടോ. നാട്ടിലോട്ട് തിരിച്ചു വന്ന അതേ ഫീല് കിട്ടുന്ന ഒരു സ്ഥലത്തോട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. ഇവിടെ വിക്ടോറിയയിൽ ഒരു ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ സാധനങ്ങളെല്ലാം കിട്ടുന്ന സൂപ്പർ മാർക്കറ്റ്. ഇവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ നാട്ടിലത്തെ സാധനങ്ങൾ മേടിച്ചുണ്ടാക്കുന്നതിൻ്റെ രുചി അത് ഇവിടുത്തെ എന്ത് സാധനങ്ങൾ മേടിച്ചാലും നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് നേരെ പോകുന്നത് ലിറ്റിൽ ഇന്ത്യ സൂപ്പർ മാർക്കറ്റിലോട്ടാട്ടോ. ലേസ് കണ്ടപ്പോൾ ചേച്ചി കാണിക്കുന്നത് കണ്ടോ, അതേ മാടമ്പള്ളിയിലെ മനോരോഗി തന്നെ. ശരിക്കും നമുക്കൊരു വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ നമ്മുടെ നാട്ടിലത്തെ അതേ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളും നമ്മുടെ നാട്ടിലത്തെ മിക്സ്ചറും കടലമിഠായിയും ഒക്കെ കണ്ടപ്പോൾ ഒരു വല്ലാത്ത ഫീല് തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമ്മൾ കയറി തപ്പിയ ഒരു ഐറ്റമാണ് കേട്ടോ ഈ പൂജ സെറ്റ് എന്ന് പറയുന്നത്. ഒരു കുടക്കീഴിലെല്ലാം എന്ന് കേട്ടിട്ടില്ല, അതേപോലെ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതും നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഈ തിരിച്ചും മറിച്ചും നോക്കുന്നത് എന്താണെന്നറിയോ, വില തന്നെയാണ്. നമ്മൾ മലയാളികളുടെ ഒരു ശീലമാണല്ലോ അത്. എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വില, ആ സാധനത്തിൻ്റെ റേറ്റ് നമ്മളൊരു 100 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും നമ്മുടെ നാട്ടിലത്തെ പൈസയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ നോക്കും. അങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ചെയ്യാറ്. അത് മാറി വരാൻ കുറച്ച് ടൈം എടുക്കുന്നത് ഞങ്ങൾക്കും അറിയാം. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോളൂ. അതേ നമ്മുടെ നാട്ടിലെ മൈലാഞ്ചി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞ് നേരെ പോയപ്പോൾ ഇതേ കിടക്കണം പാർലേജി. നമ്മുടെ നാട്ടിലിത് കാണുമോയെന്നറിയില്ല, എന്തായാലും ഇപ്പോൾ അത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇത് നമ്മുടെ റവയാണ് ഗൈസ്. എങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കാമെന്നും എങ്ങനെ നല്ല അടിപൊളി ദോശ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേച്ചി. അങ്ങനെ ഓരോരോ സാധനങ്ങൾ എടുത്ത് നോക്കുവാണ്. അത് കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ നാട്ടിലെ പുളി. ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും കൊതി വന്നു കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലോട്ട് നമ്മൾ തിരിച്ചെത്തി അതേ ഫീലായിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലെ ഗുരുവായൂർ പപ്പടവും അതേപോലെ പൊരിയില്ലേ, നമ്മുടെ പൊരി, ആ പൊരിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു നമ്മുടെ മിനി കേരള, മിനി ഇന്ത്യ എന്ന് തന്നെ പറയാം. നമ്മൾ നമ്മുടെ നാടും വീടും ഒക്കെ വിട്ട് ഇങ്ങനെ പുറം രാജ്യങ്ങളിൽ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റും ഷോപ്പും നമുക്ക് വല്ലാത്തൊരു ആശ്വാസം തന്നെയാണല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു.